ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങൾ പ്രസവിച്ചതാണോ അവന്? അതോ മനോജിന്റെ അച്ഛൻ മാധവൻ നായരുടെ ജാരസന്തതിയോ? ഹരിതേ, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. പറഞ്ഞു പോകുന്ന സ്പീഡില് പിൻവലിക്കാൻ പറ്റിയെന്ന് വരില്ല. സഹോദരങ്ങളാകാൻ ഒരു തൊട്ടാവാടി പെണ്ണ. ഇവിടെ അമ്മയ്ക്ക് നല്ല സഹായമാ. ഹലോ സാറേ, ഞാൻ സാറിന്റെ വീട് പണിയുന്ന കോൺട്രാക്ടറാ. അറിയാടോ, എപ്പോഴെപ്പോഴും താനിങ്ങനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കോൺട്രാക്ടറാണ്. തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞില്ലല്ലോ എന്റെ ഫോണിലേക്ക് വിളിക്കരുതെന്ന്. ഞാൻ വീട് പണിയുന്ന കാര്യം എന്റെ ഭാര്യയ്ക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. ഇവിടെ വീട്ടിൽ ആരെങ്കിലും അറിഞ്ഞാൽ കണ്ണേറ് കിട്ടും. വീട് പണി കോൺട്രാക്ട് വന്നിട്ട് സാർ തിരിഞ്ഞു നോക്കാതിരുന്ന എങ്ങനെ ശരിയാവും? പണിയൊക്കെ പെൻഡിങ്ങാ. എനിക്ക് ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കണ്ടേ? പണി നിർത്തണ്ട, കാശ് ഞാൻ ഉടനെ എത്തിച്ചേക്കാം. ഉടനെ തരാന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് 2 ആഴ്ചയായി. എനിക്കറിയാം സാറിന്റെ കയ്യില് ക്യാഷ് ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. അഡ്വാൻസായി പൈസ തരാൻ സാറിന് വിശ്വാസക്കുറവുണ്ടാ? അതൊന്നുമല്ല. തന്നെ എനിക്ക് നല്ല വിശ്വാസ. അതുകൊണ്ടല്ലേ 100 കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ടായിട്ടും തന്നെ ഞാൻ വർക്ക് ഏൽപ്പിച്ചത്. അതൊക്കെ ശരിയാ. സാറിന് എന്നെ വിശ്വാസമല്ലെങ്കിൽ പണി തീർത്തു തന്നാ സാർ എനിക്ക് പൈസ തരുമെന്ന് എന്താ ഉറപ്പ്? താൻ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. 2 ദിവസത്തിനകം തനിക്ക് ഞാൻ പൈസ തരാം. താൻ ഫോൺ വെച്ചേ. പിന്നെ കാശ് വാങ്ങിച്ച ശേഷം എന്റെ വീടിന്റെ പണിയില് എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാല് തന്നെ ഞാൻ കോടതിയേറ്റും. തന്ന പണം മുഴുവനും ഞാൻ തിരിച്ചു വാങ്ങിച്ചിരിക്കും. അതുകൊണ്ടേ കൂടുതൽ അഭ്യാസം കാണിക്കാതെ താൻ ഫോൺ വെച്ചേ. 2 ദിവസം കഴിയുമ്പോഴേ തന്റെ ഫോണില് ക്ലിങ് ഒരു സൗണ്ട് കേൾക്കും. എന്റെ കാശ് തന്റെ അക്കൗണ്ടിൽ വന്നതിന്റെ ശബ്ദം. വെക്കണോ? ശരി. അച്ഛന്റെ പോളിസി തുക മെച്ചോർഡായി. 5 ലക്ഷം രൂപ. അത് കിട്ടിയാല് വീട് പണിക്ക് വേറെ പണം അന്വേഷിക്കണ്ട. എത്ര നാളായി മോനെ നിനക്ക് വല്ലതൊക്കെ വെച്ചു വിളമ്പി തന്നിട്ട്? നീ ആഹാരമൊക്കെ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടോ? അക്കാര്യത്തിൽ സുചിത്ര വീഴ്ചയൊന്നും വരുത്തില്ലെന്ന് എനിക്കറിയാം. എന്നാലും പ്രകാശല്ലേ പണം ചെലവാക്കുന്നത്. അതിന്റെ പേരിൽ അവൻ വഴക്കും ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ? നീ പണിയെടുത്ത് പണം കൊടുക്കുന്നുണ്ട് അല്ലേ? കഷ്ടം. പ്രകാശൻ നിന്നെ വല്ലാതെ ചൂഷണം ചെയ്യുന്നുണ്ടെന്ന് അറിയാം. കിട്ടുന്ന പണം മുഴുവൻ അവന്റെ മുന്നിലിട്ട് കൊടുക്കരുത്. കുറച്ചു പണമൊക്കെ നീയും കരുതി വെക്കണം. ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ട മോനെ? മാധവേട്ടന് സുഖം തന്നെയല്ലേ മോനെ?
കുറച്ചുകൂടി ഇടട്ടെ. നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നേ? നിനക്കെന്താ ഇവിടെ കാര്യം? അമ്മായിയമ്മയെ മരുമോൾ എത്രത്തോളം പീഡിപ്പിക്കുന്നെന്ന് തെളിവെടുക്കാൻ അമ്മായിയപ്പൻ അയച്ച ദൂതനായിരിക്കും. പൊട്ടനാണേലും ന്യൂസ് പിടിക്കാൻ ആള് ബഹുമെടുക്കനാണല്ലോ. എന്റെ കർണത്തടിക്കാൻ ധൈര്യപ്പെട്ടവനാ ഈ തെണ്ടി. ഇവനെയാണോ വീട്ടിൽ കയറ്റിയിരുന്ന് സൽക്കരിക്കുന്നേ? പച്ച വെള്ളം പോലും കൊടുക്കാൻ പാടില്ല ഈ തെണ്ടിക്ക്. മോനെ, നീ എന്തൊക്കെയാ പറയുന്നത്? പിന്നെ നിന്റെ ഏട്ടനാ. ഏട്ടനോ? ഏതർത്ഥത്തിലാ ഈ തിരുവിതണ്ടി മനോജിന്റെ ഏട്ടനാവുന്നേ? നിങ്ങൾ പ്രസവിച്ചതാണോ ഇവനെ? അതോ മനോജിന്റെ അച്ഛൻ മാധവൻ നായരുടെ ജാരസന്തതിയോ? ഹരിതേ, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. പറഞ്ഞു പോകുന്ന സ്പീഡില് പിൻവലിക്കാൻ പറ്റിയെന്ന് വരില്ല. സഹോദരങ്ങളാകാൻ ഒരു വയറ്റിൽ തന്നെ പിറക്കണമെന്നില്ല. അമ്മയുടെയും കൂടെപ്പിറപ്പിന്റെയും സുഖവിവരം അന്വേഷിക്കാൻ വന്നവനാ വിനു. ഞാൻ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിച്ചതാ. കൊള്ളാം, നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിച്ചത്രേ. കൊണ്ണി കണ്ട തെരുവ് തണ്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ തള്ളയുടെ ഊട്ടുപുര ഫണ്ടിന്നാണോ ഇവിടെ ചെലവ് നടത്തുന്നേ? ഇവിടെ ചെലവ് നടത്തുന്നത് ഞാനാ. എന്റെ അറിവും സമ്മതവും ഇല്ലാതെ ഇവിടെ ഒരു സദ്യ വിളമ്പലും വേണ്ട. ഹരിതേ, മാനത്തെ കൊട്ടാ